ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനം. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. താൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ആ 2 കാര്യങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നതും ദൈവരാജ്യത്തെപ്പറ്റി സാധാരണ ജനങ്ങളോടും അശരണരോടും പറയുന്നതും താൻ അയക്കുന്ന 72 ശിഷ്യന്മാരോട് തനിക്ക് വേണ്ടി ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന യേശു. അന്ന് ആ ശിഷ്യരോടാണ് യേശു ഈ കാര്യം ആവശ്യപ്പെട്ടത് എങ്കിൽ ഇന്നൊരു പക്ഷേ യേശു നാം ഓരോരുത്തരോടും ഈ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനുവേണ്ട യോഗ്യത അന്ന് യേശു ആ 72 പേരെ തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് അവൻ്റെ തിരഞ്ഞെടുപ്പിന് യോഗ്യനാകുന്ന വിധത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുക എന്നുള്ളതായിരിക്കും. പൂർണ്ണ വിശ്വാസത്തിൽ അവൻ്റെ ശിഷ്യനാകുവാൻ തയ്യാറുള്ള ഒരു മനസ്സുമായി കാത്തിരിക്കുവാൻ, യേശുവിൻ്റെ സമയത്തിൽ അവൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി, അവൻ്റെ ഒരു ശിഷ്യനായി യേശു നമ്മെയും ഉപയോഗിക്കും എന്ന ഉത്തമ ബോധ്യത്തിൽ നാം കാത്തിരിക്കാം. രോഗസൗഖ്യം കൊടുക്കുന്ന സൗഖ്യദായകനെക്കുറിച്ച് നമ്മുടെ ഇടയിൽ അനാരോഗ്യത്തോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും സംസാരിക്കുവാനും അവർക്ക് വേണ്ട മനോധൈര്യം, യേശുവിലുള്ള വിശ്വാസം, അവരുടെ വേദനയിലും മനസ്സിൻ്റെ പ്രയാസത്തിലും അവർക്ക് സന്തോഷം നൽകുവാനും ആശ്വാസം നൽകുവാനും നാം ഓരോരുത്തരെയും യേശു ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ യോഗ്യതയ്ക്ക് പാത്രമാവുന്ന വിധത്തിൽ ജീവിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. രോഗികൾക്ക് വേണ്ടി മുട്ടിപ്പായി കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കണ്ണുനീരോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മുടെ മുന്നിലുള്ള രോഗിയുടെ കൈകൾ പിടിച്ച് മനസ്സിനെ തൊട്ട് ആ രോഗിയെ സൗഖ്യദായകനായ യേശുവിൻ്റെ മുൻപിൽ യേശുവിലുള്ള വിശ്വാസത്തിൽ നിർത്തുവാനും അങ്ങനെ ആ രോഗിയെ യേശുവിൻ്റെ സ്നേഹത്തിൽ വഴി നടത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യത്തിൻ്റെ മഹത്വം, നാം ആയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സമാധാനം, സന്തോഷം നമ്മുടെ ചുറ്റിലുമുള്ള ഓരോരുത്തരിലേക്കും ചൊരിയുവാൻ, നമ്മെ പ്രാപ്തരാക്കുവാൻ, അതിനായി നാം ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ വേണ്ട സമയവും നല്ലൊരു ഹൃദയവും നമുക്ക് തരുവാൻ ആ രാജ്യത്തിൻ്റെ രാജാവായ യേശുവിനോട് നമുക്ക് ഓരോരുത്തർക്കും അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.